SIR എനുമറേഷൻ ഫോം ഞാനിപ്പോൾ ഫില്ല് ചെയ്യാൻ പോവാണ്. അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഫില്ല് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കേണ്ടത് നമ്മുടെ ജനന തീയതിയാണ്. പഴയ ആൾക്കാരുടെ, അതായത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പഴയ ആധാർ കാർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ, ഡേറ്റ് ഉണ്ടാവില്ല, ഡേറ്റ് മാസം ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളത് ഏതാണോ അത് മാത്രം എഴുതിയാൽ മതിയിട്ട്, വർഷമെങ്കിൽ വർഷം. പിന്നെ നമ്മുടെ ഫോട്ടോ നോക്കുക, പഴയ ഫോട്ടോ ആണെങ്കിൽ പുതിയ ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ പുതിയ ഫോട്ടോ വെക്കുക. ഒരുപാട് പഴയ ഫോട്ടോ ആണെങ്കിൽ പുതിയ ഫോട്ടോ ഇവിടെ ഒരെണ്ണം ഒട്ടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പേരൊക്കെ ചെക്ക് ചെയ്യുക, നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ആധാർ നമ്പർ എഴുതുക, ഓപ്ഷണലാണ് പക്ഷേ എഴുതുന്നത് നല്ലതാണ്. മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ, പിതാവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെ പേര് എഴുതുക, എപ്പിക് നമ്പർ എഴുതണ്ട. ലഭ്യമെങ്കിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്, കമ്പൽസറി അല്ല. അതേപോലെ തന്നെ മാതാവിൻ്റെ പേര്, എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം അത് എഴുതുക, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അമ്മയോ മരിച്ചു പോയതാണെങ്കിൽ അവരുടെ പേര് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇവിടെയാണ് 2002 ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതേണ്ടത്. ഒരാൾക്ക് 2 ഫോം വീതമാണ് BLOമാർ തരിക. ഒരെണ്ണം നമ്മൾ സൂക്ഷിക്കാനും ഒരെണ്ണം അവർക്ക് തിരിച്ചു കൊടുക്കാനുമാണ്. പൂരിപ്പിക്കാൻ എന്തെങ്കിലും സംശയമുള്ളവർ ഈ ഏതെങ്കിലും ഒരു ഫോമിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുക, ഫോട്ടോ കോപ്പിയിൽ ആദ്യം പൂരിപ്പിക്കുക, അല്ലെങ്കിൽ പെൻസിൽ വെച്ച് ആദ്യം എഴുതുക. ഉറപ്പെന്ന് തോന്നിയാൽ മാത്രം പേന വെച്ച് എഴുതുക കേട്ടോ. ഇതിപ്പോൾ അച്ഛൻ്റെ ഫോമാണ് കേട്ടോ. ഇവിടെ അച്ഛൻ്റെ ഡീറ്റെയിൽസ്, ഈ വ്യക്തിയുടെ ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതേണ്ടത്. ഈ വ്യക്തി 2002 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ പൂരിപ്പിക്കുക, ഇതേ ഡീറ്റെയിൽസ് ഇവിടെ പൂരിപ്പിക്കുക. അതായത് ഈ വ്യക്തിയുടെ പേര് ഇവിടെ എഴുതുക, എപ്പിക് നമ്പർ എഴുതുക, ബന്ധുവിൻ്റെ പേര്, അതായത് ഈ വ്യക്തിയുടെ അച്ഛൻ്റെ പേരാണ് എഴുതേണ്ടത്. ഒരിക്കലും ഇവിടെ ഭാര്യയുടെ പേരല്ല എഴുതേണ്ടത്, ഈ വ്യക്തിയുടെ അച്ഛൻ്റെ പേര്. ഇത് അമ്മയുടെ ഫോമാണ്. ഈ ഫോമാണെങ്കിൽ ഈ ബന്ധുവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും ഭർത്താവിൻ്റെ പേര് എഴുതരുത്, വ്യക്തിയുടെ അച്ഛൻ്റെ പേരാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത് കേട്ടോ. അതാർക്കും മാറിപ്പോകരുത്. പങ്കാളിയുടെ പേര്, അതായത് നമ്മുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പേര് എഴുതേണ്ടത് ഇവിടെയാണ്. ഈ ബന്ധുവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും ഭർത്താവിൻ്റെ പേര് എഴുതരുത്, അവിടെ അച്ഛൻ്റെ പേരാണ് എഴുതേണ്ടത്. ബന്ധം, പിതാവ്, ഈ വ്യക്തിയും ഈ ബന്ധുവും തമ്മിലുള്ള ബന്ധം പിതാവ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. ജില്ല എഴുതുക, സംസ്ഥാനം എഴുതുക, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് എഴുതുക. ഇവിടെ എഴുതേണ്ടതെല്ലാം 2002 ID കാർഡിൽ എന്താണോ ഉള്ളത് അതാണ് ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത്. ഇപ്പോഴത്തെ ID കാർഡിലെ എപ്പിക് നമ്പറും ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും അല്ല എഴുതേണ്ടത്. 2002 നിയമസഭാ മണ്ഡലം ഏതാണോ അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. 2002 എപ്പിക് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. പലർക്കുള്ള ഡൗട്ടാണ് എപ്പിക് നമ്പർ മാറുമോ എന്നുള്ളത്. എപ്പിക് നമ്പർ മാറും. പഴയ കാർഡാണെങ്കിൽ പഴയ കാർഡിലും പുതിയ കാർഡിലും രണ്ട് എപ്പിക് നമ്പറാണ് കേട്ടോ. അപ്പോൾ 2002 എപ്പിക് നമ്പർ ഏതാണോ അതാണ് ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത്. പുതിയ എപ്പിക് നമ്പർ ഇവിടെ എഴുതാൻ പാടില്ല, അത് ഇവിടെയാണ് എഴുതേണ്ടത്. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, അതായത് 2002 നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഭാഗ നമ്പർ, ക്രമ നമ്പർ. നമ്മൾ ആ സൈറ്റിൽ കയറുമ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ആ സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരിക്കലും ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും ഭാഗ നമ്പറും ക്രമ നമ്പറും ഇവിടെ എഴുതരുത്. 2002 മാത്രമാണ് ഇവിടെ എഴുതാൻ പാടുള്ളൂ. അടുത്തത് ഇതെൻ്റെ ചേട്ടൻ്റെ ഫോമാണ്. ചേട്ടൻ 2002 വോട്ട് ലിസ്റ്റിൽ ഇല്ല. ചേട്ടന് 2002 വോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭാഗത്ത് ചേട്ടൻ്റെ ഡീറ്റെയിൽസ് എഴുതുക, ജനന തീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ എപ്പിക് നമ്പർ, മാതാവിൻ്റെ പേര്, അങ്ങനെയുള്ള സംഭവം, പങ്കാളിയുടെ പേര്, അതായത് ഞാൻ, എൻ്റെ ഡീറ്റെയിൽസും ഇവിടെ എഴുതുക. ചേട്ടൻ ഈ ഭാഗം പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാര്യം ചേട്ടന് 2002 വോട്ട് ഉണ്ടായിരുന്നില്ല. അതേസമയം ചേട്ടൻ ഈ ഒരു ഭാഗമാണ് പൂരിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ചേട്ടൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസാണ് കേട്ടോ. 2002 ചേട്ടന് വോട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2002 ആർക്കാണോ വോട്ട് ഉണ്ടായിരുന്നത് ആ ആളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അതായത് ചേട്ടൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസ്, പേരിൻ്റെ സ്ഥാനത്ത് ചേട്ടൻ്റെ അച്ഛൻ്റെ പേര് എഴുതുക, എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് എഴുതുക, ബന്ധുവിൻ്റെ പേര് എഴുതുക, അതായത് ചേട്ടൻ്റെ അച്ഛൻ്റെ പേര്, ഹസ്ബൻഡിൻ്റെ പേരല്ല, ചേട്ടൻ്റെ അച്ഛൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. ബന്ധം, പിതാവ്, ജില്ല എഴുതുക, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, ഇപ്പോഴത്തെ മണ്ഡലത്തിൻ്റെ പേരല്ല, 2002 നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. താഴെ കാണുന്ന കോളത്തിലും 2002 ഡീറ്റെയിൽസാണ് എഴുതേണ്ടത്. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗ നമ്പർ, ക്രമ നമ്പർ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 2002 കൊടുക്കേണ്ടത്, ഈ വർഷത്തെ അല്ല. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകിയെന്നറിയാം. 2002 വോട്ട് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റാണിത്. ഇതിൽ ആദ്യം കാണുന്നതാണ് നിയോജക മണ്ഡലത്തിൻ്റെ നമ്പർ, രണ്ടാമത് കാണുന്നതാണ് ഭാഗ നമ്പർ, മൂന്നാമത് കാണുന്നതാണ് ക്രമ നമ്പർ. ഈ ഒരു ഓർഡറിൽ തന്നെയാണ് ആ PDF ഉണ്ടാവുന്നത്. അത് നോക്കി നേരെ ഇതിലേക്ക് എഴുതിയാൽ മതി കേട്ടോ. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാതെ മറ്റുള്ളവരിലേക്ക് ഒരു സന്ദേശം തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ എല്ലാവരും ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവുമെന്നറിയാം. എന്നാലും കൊടുക്കാത്തവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ.